എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഈ സെമസ്റ്ററിലെ ലാസ്റ്റ് എക്സാമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ രാവിലെ കുളിച്ചിട്ടുണ്ട്, കാരണം ഇന്ന് ഞാൻ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം വന്നിട്ട് പാക്ക് ചെയ്ത് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ അപ്പം കുളിക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ എക്സാമിന് കുളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോകുന്നതിന് കുറച്ച് മുന്നേ ആൻറ്റി ക്ലീൻ ചെയ്യാൻ വന്നു. So Vidushi, today is our last exam of the semester. We'll be third year then. Final year! അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ എക്സാമിന് 2 അവറിൻ്റെ പേപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ മൂങ് ഫിൽസ് മേടിച്ച് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം 2 മണിക്കൂറിൻ്റെ പേപ്പറാണ്, കാരണം 50 മാർക്സിൻ്റെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞാനും ആവശ്യം കൂടെ നടന്ന് പോകുന്നുണ്ട്. അപ്പം 1:30-ക്കാണ് ഞങ്ങൾക്ക് എക്സാം കേട്ടോ. ഞങ്ങളൊരു 1:20 ആകുമ്പോഴും അവിടെ നിൽക്കത്തേ ഉള്ളൂ. പതുക്കെ 1:30 ആകുമ്പോഴത്തേക്കും കയറാനായിട്ട് നമ്മൾ കറക്റ്റ് പോകും. നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് എക്സാം എന്നാണ് പറയാനുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ പോകാൻ ആലോചിച്ചിട്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ഇയർ. എനിക്കത് ആലോചിക്കുമ്പോൾ ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. എന്തെടുക്കും, എന്ത് പഠിക്കും. ഞങ്ങളിപ്പോഴും സത്യം പറയാൻ ഞങ്ങളെല്ലാവരും ആ 10th സ്റ്റാൻഡേർഡിലിരിക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഞങ്ങളിപ്പോഴും ആ ഒരു കോളേജിലായി എന്നൊന്ന് ഉൾക്കൊള്ളാനുള്ള ടൈം വരുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്കും ഞങ്ങളത് തേർഡ് ഇയർ ആയി. പെട്ടെന്ന് ഇനി ഒരു വർഷം കൂടെ പോവും. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം ഞങ്ങൾ ആ ലാസ്റ്റ് മൊമെൻറ്റ് റിവിഷൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ വിദൂഷി എന്നിട്ട് ഇതറിയോ അതറിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ചോദിച്ചു ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇപ്പം എന്താ മറന്നുപോയി എന്നുള്ളൊരു മട്ടിൽ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൽ എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ ആ ഒരു ബാച്ചിന് മാത്രമേ എക്സാം ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് അപ്പോഴും എക്സാം എഴുതുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഷോട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു വെളിയിൽ. സെക്കൻഡ് ഇയർ ഓവർ. ഞങ്ങൾ ശരിക്കും അന്ന് ഈവനിങ് എല്ലാവരും പോയി പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ടൈമില്ലായിരുന്നു. എല്ലാവർക്കും അന്ന് വൈകുന്നേരം ഫ്ലൈറ്റും ട്രെയിനും ഒക്കെ ഉള്ളവരായിരുന്നു. We are so fucking drained. What do you say in Malayalam that you are drained? What? You're tired. I mean, chattu. That means we are dead. Exam chattu. This Joshua looks so different, no? Haircut, bro, haircut. It's not good, okay? I mean, see, It's called like mullet. you used to look good with that normal hairstyle. This is so chapri only. Same, my mom even she told me she threw me out of the home. Why do you guys always change your hairstyle We and have to make keep it bad? experimenting. Until there's other, we have to keep experimenting. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു വലിയ വെക്കേഷൻ കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇനി കുറേ നാൾ കഴിഞ്ഞ് കാണാം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. Guys, bye. Enjoy your vacation. Bye everyone. Bye Dennis. Whitefield. Ritwik. Bye. Bye everyone. Shivani, bye. Nikhat, bye. Harsh, bye. ഞാൻ പിന്നെ ആർക്കും പരാതി വേണ്ടല്ലോ എന്നുള്ള മട്ടിൽ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ നേരെ PG എത്തിയിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ ഒരു മൂൺ ഫിൽസാണ് ഇന്നത്തെ ഡേ മൊത്തം കഴിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാനും ഐഷയും കൂടെ, ഞങ്ങൾക്ക് തലേദിവസം ചിക്കൻ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ അതിനകത്ത് എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അപ്പം അത്യാവശ്യം കൂടുതൽ ഉണ്ടാക്കി, അതാകുമ്പോൾ കൊണ്ടുപോകാം, പിന്നെ നമുക്കിപ്പം കഴിക്കാം, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി. Bye. We'll meet after. It's okay. Why do you want to cry? Don't cry, Vidushi. Come soon. Yeah, soon. When will you come? Bye-bye. 1st August. 3rd. No. You to go home, no? Enjoy, Vidushi. Text me once you're going, leaving, coming back. Bye-bye. ഇറങ്ങാം ഗൈസ്. ഇപ്പോൾ ടൈം ഒരു 6 ആയിട്ടുണ്ട്. അപ്പം 8-നാണ് എൻ്റെ ട്രെയിൻ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഉണ്ട് ട്രെയിനുണ്ട്. പക്ഷെ നമുക്ക് ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ നമ്മൾ 2 മണിക്കൂർ മുന്നെങ്കിലും ഇറങ്ങേണ്ടടുത്തുനിന്ന് ഇറങ്ങണം. സോ അങ്ങനെ ഞാനിപ്പം എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് മൊമെൻറ്റ് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് എൻ്റെ ട്രോലി ബാഗോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇറങ്ങി ഊബർ ബുക്ക് ചെയ്യും. സോ ഊബർ ബുക്ക് ചെയ്യാം ഗൈസ്. നമ്മൾ പോകുന്നു. ഇനി 1 മാസം കഴിഞ്ഞ് കാണാം.
അപ്പോൾ നല്ല ഒടുക്കത്തെ മഴയായിരുന്നു ഞാൻ ഊബർ ബുക്ക് ചെയ്ത് ഇറങ്ങിയ ടൈമിലിട്ടോ. അങ്ങനെ എങ്ങനെയോ ഞാൻ ഓട്ടോ ആണ് കഷ്ടകാലത്തിന് ബുക്ക് ചെയ്തത്. ഞാനത് ഓർത്തിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഊബർ കാറ് ബുക്ക് ചെയ്തിട്ട് മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ. കാരണം എൻ്റെ ബാഗും ഞാനും ഒക്കെ കംപ്ലീറ്റ്ലി നനഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ നേരത്തെ വിദൂഷിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദൂഷി കരയുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ബട്ട് നല്ലോണം സങ്കടമുണ്ട് നമുക്കൊക്കെ തന്നെ. കാരണം നമ്മൾ റൂംമേറ്റ്സൊക്കെ അത്യാവശ്യം അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ പോകുമ്പോൾ നമുക്ക് അതും ഒരു വീട് പോലെയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും സങ്കടമാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും സങ്കടമാണ്. അങ്ങനെ ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറി. എൻ്റെ ബർത്ത് മിഡിൽ ബർത്ത് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ആ ഫ്രൈഡ് റൈസാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. സുഖമായിട്ട് കിടന്നുറങ്ങി. മോർണിംഗ് ഞാൻ ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു ചെറിയ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് കോഫി കുടിച്ചു കേട്ടോ. കോഫി കുടിക്കാനൊക്കെ അവസ്ഥയായിരുന്നു. കാരണം ക്യാഷ് ഞാൻ കയ്യിലെടുത്തിട്ടില്ല. ഗൂഗിൾ പേയിലായിരുന്നു ക്യാഷ് ഉള്ളത് കേട്ടോ. അപ്പം ഈ ട്രെയിനിൽ വന്നിട്ട് അവർ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യത്തേയില്ല. പിന്നെ കർണാടകയിൽ 10 റുപ്പീസിൻ്റെ കോയിൻ എടുക്കാത്തത് കൊണ്ട് ആ ഒരു കോയിൻ എൻ്റെ എവിടെയോ കിടന്നതിലാണ് ഞാനൊരു കോഫി മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ പിക്ക് ചെയ്യാൻ വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു സമൂസ മേടിച്ച് തന്നു എനിക്ക് കഴിക്കാനായിട്ട്. കാരണം എനിക്ക് വിശന്ന് ഈ ട്രെയിൻ ഒരു വല്ലാത്ത ടൈമിങ്ങും കൂടിയാണ് കേട്ടോ. ഞാൻ എത്തിയപ്പോൾ 1 മണിയായിട്ടുണ്ടായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പം ചോറും ചക്കയും മീനും തോരനും പിന്നെ ഒഴിച്ചുകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള കസ്റ്റർഡ് ആപ്പിളും കൂടെ കഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് കോളേജ് വീഡിയോ കുറേ നാൾ കഴിഞ്ഞായിരിക്കും കേട്ടോ ഇനി വരുന്നത്. ഞാൻ അടുത്ത സെമിസ്റ്ററിലാവുമ്പോൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.